മൂന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഒറിഗിൻ എന്ന തിയോളജിയൻ സ്ക്രിപ്ചറിനെ ബൈബിളിന് 3 ലെയറാണ് അദ്ദേഹം കാണുന്നത്, 3 മടക്കുകൾ. ബൈബിൾ അദ്ദേഹം വായിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നത് ബൈബിളിന് 3 മടക്കുകളുണ്ട് എന്നുള്ള, 3 ലെയേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. 1 ലിറ്ററലാണ്, 2 മോറലാണ്, 3 സ്പിരിച്വലാണ്. ലിറ്ററൽ ലെയറുണ്ട്, മോറൽ ലെയറുണ്ട്, സ്പിരിച്വൽ ലെയറുണ്ട്. അതായത് അതിൻ്റെ സാഹിതീക വശമുണ്ട്, എഴുത്തിൻ്റെ ഒരു വശമുണ്ട്, ഒരു ധാർമ്മിക വശമുണ്ട്, ആധ്യാത്മിക വശമുണ്ട്. അഗസ്റ്റിൻ എന്ന് പറയുന്ന 4-5 സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന ആ മനുഷ്യൻ അലിഗോറി ഉപയോഗിച്ചത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള തിയോളജിക്കൽ കൺസെപ്റ്റുകളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. ബൈബിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ സങ്കീർണമായിട്ടുള്ള ദൈവശാസ്ത്രപരമായ കാര്യങ്ങളുണ്ട്, കൺസെപ്റ്റുകളുണ്ട്. അത്തരം കൺസെപ്റ്റുകളെ അലിഗോറി ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് അലിഗോറിക്കൽ സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന വിഷയമാണ്. ബൈബിൾ വ്യാഖ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം വ്യാഖ്യാന ഇടങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കൂൾസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട്. പ്രധാനമായും 4 സ്കൂൾസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷനാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷനാണ് അലിഗോറിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ. അലിഗോറിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഡിവോഷണൽ സ്കൂൾസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്, ലിബറൽ സ്കൂൾസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്, ലിറ്ററൽ സ്കൂൾസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. അലിഗോറിക്കൽ സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ നമ്മൾ പരിശോധിക്കുമ്പോൾ ബൈബിളിലും അതുപോലെ മറ്റ് റിലീജിയസ് പുസ്തകങ്ങളിലും മറ്റ് മിത്തിക്കൽ ടെക്സ്റ്റുകളിലുമൊക്കെ അടങ്ങിയിരിക്കുന്ന ആധ്യാത്മിക വശങ്ങളെ കണ്ടെത്തി മനുഷ്യനെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അലിഗോറിക്കൽ സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ പ്രവർത്തിക്കുന്നത്. രണ്ടാമത്തെ സ്കൂൾ എന്ന് പറയുന്നത് ഡിവോഷണൽ സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷനാണ്. ഡിവോഷണൽ സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ധ്യാനപരമായിട്ടുള്ള ആളുകളുടെ ആധ്യാത്മിക ജീവിതത്തിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന അവരുടെ ആധ്യാത്മിക ജീവിതം ഡെവലപ്പ് ചെയ്യേണ്ടതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് ഡിവോഷണൽ സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. അവർ ബൈബിളിൽ വായിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരം സാഹിത്യങ്ങൾ വായിക്കുന്നത് തന്നെ മിസ്റ്റിക്കൽ എലമെൻറ്റ്സ് എക്സ്പീരിയൻസ് കണ്ടെത്താൻ വേണ്ടിയാണ്, നിഗൂഢമായ അനുഭവങ്ങളെ കണ്ടെത്താൻ വേണ്ടിയാണ് അവർ ഇത്തരം പുസ്തകങ്ങൾ വായിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ബൈബിളിനെ ഡിവോഷന് വേണ്ടി, ധ്യാനത്തിന് വേണ്ടി, അതുപോലെ പ്രാർത്ഥനകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ബൈബിള് കൂടുതൽ പഠിക്കേണ്ട ആവശ്യമുണ്ട് എന്നവർ പറയുന്നില്ല, ഡിവോഷണൽ സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻകാർ. മൂന്നാമത്തെ ആൾ ദ ലിബറൽ സ്കൂൾസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷനാണ്. നമുക്കറിയാം, ലിബറൽ ആശയങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട്. അവർ ഒരു പരിധിവരെ ബൈബിൾ ഒരു പരിശുദ്ധാത്മ പ്രേരിതമായി എഴുതപ്പെട്ട പുസ്തകമാണ് എന്ന് പോലും വിശ്വസിക്കുന്നില്ല. മറിച്ച് ആളുകളുടെ ലിബറേഷന് വേണ്ടി, വിമോചനത്തിന് വേണ്ടി ബൈബിളിലെ വസ്തുതകളെ പലപ്പോഴും വ്യാഖ്യാനിക്കുന്ന ആളുകളാണ് ലിറ്ററൽ സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ്റെ ആളുകൾ. ലിബറൽ സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ്റെ ആളുകൾ. നാലാമതായി ലിറ്ററൽ സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ്റെ ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് ബിബ്ലിക്കൽ ടെക്സ്റ്റിനെ സമൂലമായി പഠിക്കുകയും അതുപോലെ തന്നെ ബിബ്ലിക്കൽ ടെക്സ്റ്റിലുള്ള ലിറ്ററൽ മീനിങ്ങിനെ, പ്ലെയിൻ മീനിങ്ങിനെ കൃത്യമായി വ്യാഖ്യാനം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അതിൻ്റെ ഗ്രാമാറ്റിക്കൽ കൺസ്ട്രക്ഷൻ, വ്യാകരണ ഇടങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, അതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലങ്ങളെയൊക്കെ കൃത്യമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ഹെർമന്യൂട്ടിക്സിൻ്റെ ഒരു ഭാഗമാണിത്. ഇതൊരു ചെറിയ മേഖലയല്ല, വളരെ വിശാലമായ ഒരു മേഖലയാണ്. പെന്തക്കോസ്ത് വിശ്വാസികളെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടുന്നത് അലിഗോറിക്കൽ സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷനെയാണ്. കാരണം സാധാരണക്കാരായിട്ടുള്ള നമ്മളുടെ പാസ്റ്റേഴ്സ് കൂടുതലായിട്ട് ബൈബിളിൽ അടങ്ങിയിരിക്കുന്ന അലിഗോറി കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ പ്രാരംഭമായി നമ്മൾ അലിഗോറിക്കൽ സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അലിഗോറിക്കൽ സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുമ്പോൾ ഇൻ്റർപ്രറ്റിംഗ് ടെക്സ്റ്റുകളെ വ്യാഖ്യാനിക്കുക, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മതപരമായിട്ടുള്ള അതുപോലെ തന്നെ ഫിലോസോഫിക്കലായിട്ടുള്ള ടെക്സ്റ്റുകളെ, ബൈബിൾ പോലെയുള്ള ടെക്സ്റ്റുകളെ വ്യാഖ്യാനിക്കുക. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, ഇത്തരം ടെക്സ്റ്റുകളിലെല്ലാം തന്നെ, ബൈബിളാണെങ്കിലും വേറൊരു മതഗ്രന്ഥമാണെങ്കിലും, ഇത്തരം ടെക്സ്റ്റുകളിലെല്ലാം തന്നെ അതിൻ്റെ
ലിറ്ററൽ മീനിങ് ഉള്ളപ്പോൾ തന്നെ വളരെ ഹിഡൻ ആയിട്ടുള്ള, ഒളിഞ്ഞു കിടക്കുന്ന, വളരെ ഹിഡൻ ആയിട്ടുള്ള, സിംബോളിക് ആയിട്ടുള്ള ഒത്തിരി സൂചകങ്ങൾ അടങ്ങിയ, അതുപോലെ തന്നെ ആധ്യാത്മികമായ അർത്ഥങ്ങൾ ഈ ലിറ്ററൽ വേർഡ്സിൻ്റെ ഉള്ളിൽ തന്നെ അന്തർലീനമാണ്. ഒരു വാക്ക് നമ്മൾ വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ വളരെ ഹിഡൻ ആയിട്ടുള്ള മീനിങ് ഉണ്ട്, ഒളിഞ്ഞിരിക്കുന്ന സിംബോളിക് ആയിട്ടുള്ള സ്പിരിച്വൽ മീനിങ് ഉണ്ട്. അപ്പോൾ അതിനെ കണ്ടെത്താനാണ് ശരിക്കും ഈ അലിഗോറിക്കൽ സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻകാർ ശ്രമിക്കുന്നത്. അപ്പോൾ പ്രസംഗം മുഴുവൻ അലിഗറിയായി മാറുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഈ 4 രീതിയിൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ 4 രീതിയിലുള്ള സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ്റെ ഈ 4 ഇടങ്ങളിലെയും സാരാംശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഈ 4 സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ്റെ എലമെൻസിനെ ഉൾപ്പെടുത്തി നമ്മുടെ പ്രസംഗങ്ങൾ തയ്യാറാക്കുമെങ്കിൽ അത് കുറേ കൂടെ ഗുണകരമായി നമുക്ക് തീരും. അപ്പോൾ എന്താണ് അലിഗോറിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് അലിഗോറിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ? അലിഗോറിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പുസ്തകം വായിക്കുന്നുണ്ട്, ഒരു പാസേജ് വായിക്കുന്നുണ്ട്, എന്നാൽ അതിൻ്റെ ലിറ്ററൽ മീനിങ്ങിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല. അതിൻ്റെ ലിറ്ററൽ മീനിങ് നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ തന്നെ പ്രാധാന്യം കൊടുക്കുന്നില്ല. മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മോറലായിട്ടുള്ള, തിയോളജിക്കലായിട്ടുള്ള, ഫിലോസോഫിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ധാർമ്മികമായിട്ടുള്ള, അതുപോലെ ദൈവശാസ്ത്രപരമായിട്ടുള്ള, അതുപോലെ തന്നെ ഫിലോസോഫിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മളവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ബൈബിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് യാത്ര പുറപ്പെട്ട് പോകുന്ന ഒരു ചരിത്രപരമായ സംഭവം പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അതൊരു ചരിത്രപരമായ സംഭവമാണ് എന്ന് നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അതിനെ അലിഗോറിക്കലി നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് കഴിയും. ഇസ്രായേൽ ജനത്തിൻ്റെ മിസ്രയീമിൽ നിന്ന് ഉള്ള കനാനിലേക്കുള്ള യാത്രയെ നമുക്ക് മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ യാത്രയുമായി ബന്ധപ്പെടുത്തി പഠിക്കാനായിട്ട് കഴിയും. ആത്മാവിൻ്റെ യാത്ര, പാപത്തിൽ നിന്ന് രക്ഷയിലേക്കുള്ള യാത്രയുമായി ബന്ധപ്പെട്ട് നമുക്കതിനെ ചിന്തിക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് അലിഗോറിക്കൽ സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ ഹിഡൻ മീനിങ്സിന് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കാണാത്ത അന്തർലീനമായിട്ടുള്ള, അദൃശ്യമായിട്ടുള്ള സൂചനകൾക്കും ഫിലോസോഫിക്കലായിട്ടുള്ള എലമെൻസിനും ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾക്കും അവർ പ്രാധാന്യം കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ചരിത്രപരമായ ഒരു കോണ്ടെക്സ്റ്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഈ സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ എല്ലാം അതിൻ്റെ ഒരു ഒറിജിൻസ് ഉണ്ട്. ഇതൊക്കെ തുടങ്ങിയ ഒരു അനുഭവങ്ങളുണ്ട്. ഇത് ഒരു സുപ്രഭാതത്തിൽ ആവിർഭവിച്ചതല്ല. ഇതിൻ്റെ പിന്നിൽ ഇതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് നമുക്ക് ചിന്തിക്കാം. അലിഗോറിക്കൽ സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് ആദ്യമായി പ്ലേറ്റോയുടെ, ഗ്രീക്ക് ഫിലോസഫറായിരിക്കുന്ന പ്ലേറ്റോയുടെ ഏൻഷ്യൻ ഗ്രീക്ക് ഫിലോസഫിയിലാണ് ഇതിൻ്റെ ശരിക്കുമുള്ള വേരുകൾ കിടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. പല ആളുകളും ബൈബിൾ വായിക്കുമ്പോൾ, ബൈബിൾ എന്ന് പറയുന്ന പുസ്തകത്തെ പഠിക്കുമ്പോൾ ഈ അലിഗോറിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ പോലും ദൈവമായിട്ട് അവരുടെ മനസ്സിലേക്ക് കൊണ്ടുതന്ന ഏതോ സംഗതികളായിട്ടാണ് ആളുകൾ പലപ്പോഴും വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, മറിച്ച് ഇതിനൊക്കെ ഒരു തുടക്കമുണ്ട്, ഇത് തുടങ്ങിയൊരിടമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ആദ്യമായിട്ട് അലിഗോറിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ വേരൂന്നി കാണപ്പെടുന്നത് നമ്മളുടെ ഗ്രീക്ക് തത്വചിന്തകനായിട്ടുള്ള പ്ലേറ്റോയുടെ എഴുത്തുകളിലാണ്. അതുപോലെ തന്നെ മറ്റൊരു തത്വചിന്തകനായിരുന്നു ഹോമറിൻ്റെ പുസ്തകങ്ങൾക്കകത്ത് ധാരാളം മോറൽ ആൻഡ് സ്പിരിച്വൽ ലെസൺസ് ഉണ്ട്. ധാർമ്മികമായതും ആധ്യാത്മികവുമായ ഒത്തിരി ലെസൺസ് ഉണ്ട്, ഒത്തിരി പാഠങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അലിഗോറിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഹോമറിൻ്റെ ടെക്സ്റ്റുകളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, ഹോമറിൻ്റെ ടെക്സ്റ്റുകളിൽ അന്തർലീനമായിരിക്കുന്ന ധാർമ്മിക ആധ്യാത്മിക പാഠങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ എടുക്കാൻ വേണ്ടി. ജൂയിഷ് അലിഗറിയെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ, ജൂയിഷ് അലിഗറിയെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ, അലക്സാൻഡ്രിയയിലുണ്ടായിരുന്ന ഫിലോ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം അലിഗറി ഉപയോഗിച്ചത് ഹീബ്രു ബൈബിളിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഗ്രീക്ക് ഫിലോസഫിയുടെ അടിസ്ഥാനത്തിൽ ഹീബ്രു ബൈബിളിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അലക്സാൻഡ്രിയയിലെ ഫിലോ ഈ അലിഗറിയെ ഉപയോഗിക്കുന്നത്. ടു ഇൻ്റർപ്രറ്റ് ദ ഗ്രീക്ക് ഹീബ്രു ബൈബിൾ ഇൻ ടേംസ് ഓഫ് ഗ്രീക്ക് ഫിലോസഫി. അദ്ദേഹം ഹീബ്രു ബൈബിളാണ് വ്യാഖ്യാനിക്കുന്നതെങ്കിലും അദ്ദേഹം ഗ്രീക്ക് ഫിലോസഫിയെ ബേസ് ചെയ്താണ് അദ്ദേഹം
എബ്രായ ബൈബിള് വ്യാഖ്യാനിക്കുന്നത്. അപ്പം അങ്ങനെ ഒരാളെ പറ്റി നമ്മൾ മനസ്സിലാക്കണം, അലക്സാണ്ട്രിയയിലെ ഫിലോ. അതുപോലെ തന്നെ ക്രിസ്ത്യൻ അലിഗോറിയിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് പ്ലേറ്റോയുടെ എഴുത്തുകളിലാണ് ഇതിൻ്റെ ഒറിജിൻ. ഹോമറിൻ്റെ ടെക്സ്റ്റുകളിൽ നിന്ന് ആധ്യാത്മിക മായ പാഠങ്ങളും അതുപോലെ തന്നെ ധാർമ്മികമായ പാഠങ്ങളും മനസ്സിലാക്കേണ്ടതിന് നമ്മൾ ഈ ഒരു അലിഗോറിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ നമ്മൾ അതിനകത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ജൂയിഷ് അലിഗറിയുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ, യഹൂദീയ അലിഗറിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, അലക്സാണ്ട്രിയയിലെ ഫിലോ എന്ന് പറയുന്ന മനുഷ്യൻ ഹീബ്രു ബൈബിളിനെ ഇൻ്റർപ്രട്ട് ചെയ്തത് ഗ്രീക്ക് ഫിലോസഫി വെച്ചുകൊണ്ടാണ്, ഗ്രീക്ക് ഫിലോസഫിയുടെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ അലിഗറി എന്നൊരു ഭാഗമുണ്ട്. ക്രിസ്ത്യൻ അലിഗറിയാണ് നമുക്ക് കുറച്ചും കൂടി അടുത്തറിയാവുന്ന കാര്യം. ഇത് ഏർലി ക്രിസ്ത്യൻ തിയോളജിയിൽ ആദ്യമുണ്ടായിരുന്ന ആ ഒരു ക്രിസ്തീയ ദൈവശാസ്ത്രത്തിൽ വളരെ പ്രോമിനൻ്റായി നിലനിന്ന ഒന്നാണ്. എസ്പെഷ്യലി ചില തിയോളജിയൻസിൻ്റെ പേര് നമ്മളിവിടെ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. 3-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഒറിഗിൻ എന്ന തിയോളജിയൻ സ്ക്രിപ്ചറിനെ ബൈബിളിന് 3 ലെയറാണ് അദ്ദേഹം കാണുന്നത്, 3 മടക്കുകൾ. ബൈബിൾ അദ്ദേഹം വായിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നത് ബൈബിളിന് 3 മടക്കുകളുണ്ട് എന്നുള്ള, 3 ലെയേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. 1 ലിറ്ററലാണ്, 2 മോറലാണ്, 3 സ്പിരിച്വലാണ്. ലിറ്ററൽ ലെയറുണ്ട്, മോറൽ ലെയറുണ്ട്, സ്പിരിച്വൽ ലെയറുണ്ട്. അതായത് അതിൻ്റെ സാഹിതീക വശമുണ്ട്, എഴുത്തിൻ്റെ ഒരു വശമുണ്ട്, ഒരു ധാർമ്മിക വശമുണ്ട്, ആധ്യാത്മിക വശമുണ്ട്. അഗസ്റ്റിൻ എന്ന് പറയുന്ന 4-5 സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന ആ മനുഷ്യൻ അലിഗോറി ഉപയോഗിച്ചത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള തിയോളജിക്കൽ കൺസെപ്റ്റുകളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. ബൈബിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ സങ്കീർണമായിട്ടുള്ള ദൈവശാസ്ത്രപരമായ കാര്യങ്ങളുണ്ട്, കൺസെപ്റ്റുകളുണ്ട്. അത്തരം കൺസെപ്റ്റുകളെ അലിഗോറി ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. അപ്പോൾ ഈ ക്രിസ്ത്യൻ അലിഗറിയെ നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ ഈ സാധാരണ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് വളരെ ഡീപ്പായിട്ടുള്ള, വളരെ ദീപ്തമായിട്ടുള്ളതും സങ്കീർണമായിട്ടുള്ളതുമായ ദൈവശാസ്ത്ര ആശയങ്ങളെ സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് അലിഗറി എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അലിഗോറിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് അതിനെ നമ്മൾ നെഗറ്റീവായിട്ട് കാണേണ്ട ആവശ്യമില്ല. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇൻ്റർപ്രിട്ടേഷൻ മുഴുവൻ അലിഗറി ആണെങ്കിൽ അത് പ്രശ്നമാണ്. ഓക്കെ, ഇനി മധ്യകാലഘട്ടത്തിൽ മിഡീവൽ പീരീഡിൽ ഉണ്ടായിരുന്ന ഈ അലിഗോറിക്കൽ ഇൻ്റർപ്രിട്ടേഷനെ പറ്റി നമുക്ക് ചിന്തിക്കാം. മധ്യകാലത്ത് ഇത് കുറേ കൂടെ ഫ്ലറിഷ്ഡായി, ധാരാളം ആളുകളിലേക്ക് ഇതെത്തി. അതുപോലെ തന്നെ ഇതിനൊരു 4 മെത്തേഡിനെ പറ്റി പറയുന്നുണ്ട്. 4 ഫോൾഡ് മെത്തേഡുകളെ പറ്റി മധ്യകാല ക്രിസ്ത്യാനിറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഗസ്റ്റിൻ, അതുപോലെ തന്നെ ഒറിഗൻ എന്ന് പറയുന്ന ഒരു സഭാപിതാവിനെ സംബന്ധിച്ച് അദ്ദേഹം 3 ലെയറുകളെ പറ്റി പറയുന്നുണ്ട്, ലിറ്ററൽ, മോറൽ ആൻഡ് സ്പിരിച്വൽ. എന്നാൽ മധ്യകാലഘട്ടമായപ്പോഴേക്കും 4 ഫോൾഡ് മെത്തേഡുകളെ പറ്റി ക്രിസ്ത്യാനിറ്റി ചർച്ച ചെയ്യാൻ തുടങ്ങി. 4 വ്യത്യസ്തമായ മെത്തേഡുകളെ പറ്റി ചർച്ച ചെയ്യാൻ തുടങ്ങി. ഇത് ബൈബിൾ വായനയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം ബൈബിൾ വായനയുമായി ബന്ധപ്പെട്ട് ബൈബിളിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ എന്തൊക്കെ അർത്ഥമാണ് അതിനകത്ത് അന്തർലീനമായിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഒന്നാമത്തെ 4 ഫോൾഡ് മെത്തേഡിൽ ഒന്നാമത്തത് ലിറ്ററൽ വശമാണ്, സർഫേസ് മെത്തേഡാണ്. നമ്മൾ വായിച്ചു പോകുന്നത് യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് നമ്മൾ വായിക്കുന്ന ആ ഒരു ലിറ്ററൽ സർഫേസ് മീനിങ്, അത് നമ്മൾ വായിക്കുമ്പോൾ എന്താണോ എഴുതിയിരിക്കുന്നത് അങ്ങനെ തന്നെ. അലിഗോറിക്കൽ നമ്മൾ ചിന്തിക്കുമ്പോൾ സിംബോളിക് മീനിങ് ആണ്. ലിറ്ററൽ എന്ന് പറയുന്ന സർഫേസ് മീനിങ് ആണ്, നമ്മൾ വായിക്കുന്നത് എന്തോ അതിനെന്താണ് എഴുതി വച്ചിരിക്കുന്ന ആസിറ്റീസ്, അതാണ് നമ്മൾ ലിറ്ററൽ മീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അലിഗോറി എന്ന് പറഞ്ഞാൽ ദർ ഈസ് സിംബോളിക് മീനിങ്, ഒത്തിരി സൂചനകൾ, ഒത്തിരി സിംബൽസ് ബൈബിളിനുള്ളിൽ അടങ്ങിയിട്ടുണ്ട്. അതാണ് അലിഗോറിക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ക്രിസ്തുവുമായി ബന്ധപ്പെട്ടുള്ള സിംബൽസ് ഉണ്ട്. ഞാൻ വാതിലാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ശമരിയാക്കാരൻ. ജീസസിനെ നല്ല ശമരിയാക്കാരനായി ചിത്രീകരിക്കുമ്പോൾ നമുക്കറിയാം പാപത്തിൽ വീണ മനുഷ്യനെ രക്ഷിക്കുന്ന അനുഭവം. അപ്പോൾ നമുക്കറിയാം റോഡ് സൈഡിൽ അല്ലെങ്കിൽ വഴിവക്കത്ത് ധാരാളം ആളുകളാൽ ആക്രമിക്കപ്പെട്ട് പ്രാണൻ പോലും നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ട് കിടക്കുന്ന, അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് പാപത്തിൽ ഉഴലുന്ന
മനുഷ്യനെന്നൊരു ചിന്തയാണ് അലിഗോറിക്കൽ മനസ്സിലാക്കലിലുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഈ മനുഷ്യനെ രക്ഷിക്കുന്നത് ക്രൈസ്റ്റാണ്, പുരോഹിതനോ ലേവ്യനോ ഒന്നുമല്ല. അപ്പം അങ്ങനെയുള്ള അലിഗോറിക്കൽ ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട്, സിംബോളിക് മീനിങ് ആണ് അവിടെ പറയുന്നത്. ഇനി മോറലായിട്ടുള്ള കാര്യമുണ്ട്, ഹൗ വി ഷുഡ് ആക്ട്, അതാണ് മൂന്നാമത്തെ കാര്യം. ധാർമ്മികമായ വശമെന്ന് പറയുന്നത് നമ്മളെങ്ങനെ അതിന് വേണ്ടി പ്രവർത്തിക്കും, നമ്മളെങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കും എന്നുള്ള കാര്യമാണ്. നാലാമത്തത് അനഗോജിക്കലാണ്. അനഗോജിക്കൽ എന്ന് പറഞ്ഞാൽ എല്ലാ ടെക്സ്റ്റുകളിലും ഒരു സ്പിരിച്വൽ മീനിങ് ഉണ്ട്, ഹെവൻലി മീനിങ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ബൈബിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബൈബിളിൽ അടങ്ങിയിരിക്കുന്ന ധാരാളം പാസേജുകളുണ്ട്. പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് യേശുവുമായി ബന്ധപ്പെട്ട് 4 സുവിശേഷങ്ങളിലും അടങ്ങിയിരിക്കുന്ന ധാരാളം ഉപമകളുണ്ട്, ധാരാളം കഥകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപമയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദ ഗുഡ് സമരിറ്റൻ്റെ ഉപമ. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള വേദഭാഗങ്ങളിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ലിറ്ററൽ മീനിങ് എന്താണെന്ന് ചിന്തിച്ചാൽ, നമ്മൾ ജസ്റ്റ് വായിക്കുമ്പോൾ പരിക്ക് പറ്റിയ ഒരു മനുഷ്യനെ ഒരാൾ രക്ഷിച്ചു, അത്രയേ ഉള്ളൂ. അതിൻ്റെ ഒരു ഫേസ് വാല്യൂ അല്ലെങ്കിൽ അത് നമ്മൾ ഒറ്റ വായനയിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമൊന്നുമില്ല. ഒരു മനുഷ്യൻ പരിക്ക് പറ്റി കിടന്നു, അയാളെ വേറൊരാൾ രക്ഷിച്ചു, ഒരു മനുഷ്യൻ അയാളെ രക്ഷിച്ചു അല്ലെങ്കിൽ സഹായിച്ചു, ഇത്രയേ ഉള്ളൂ. എന്നാൽ ഇവിടെ ബൈബിളിൽ നമ്മളിതിനെ അലിഗോറിക്കലി ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പരിക്കേറ്റ മനുഷ്യൻ എന്ന് പറയുന്ന ഹ്യൂമാനിറ്റിയാണ്. അതായത് പ്രപഞ്ചം മുഴുവനുള്ള മനുഷ്യനെ പറ്റിയാണ് പറയുന്നത്. ഇഞ്ചുവേർഡ് മാൻ. എങ്ങനെയാണ് മനുഷ്യന് പരിക്ക് പറ്റിയത്? ആദാമ്യ പാപത്താൽ പറ്റിയ പരിക്ക് എന്ന നിലയിലാണ് അതിനെ ചിത്രീകരിക്കുന്നത്. ശമരിയാക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ക്രൈസ്റ്റാണ്. ക്രിസ്തുവിനെ നല്ല ശമരിയാക്കാരനായി, അല്ലെങ്കിൽ ഈ പരിക്ക് പറ്റി കിടക്കുന്ന, പാപത്തിൽ വീണ് കിടക്കുന്ന മനുഷ്യനെ തക്ക സമയത്ത് അവൻ്റെ പ്രാണൻ വിടുവിക്കേണ്ടതിന് വരുന്ന നല്ല ശമരിയാക്കാരനായി ക്രിസ്തുവിനെ അവിടെ ചിത്രീകരിക്കുന്നു. അതുപോലെ തന്നെ വഴിയമ്പലം എന്ന് പറയുന്നത് ദൈവസഭയായിട്ട് ചിത്രീകരിക്കാറുണ്ട്. അതുപോലെ എണ്ണയും വീഞ്ഞും പകർന്നു എന്ന് പറയുന്ന കാര്യം സഭയിലെ സക്രമെൻസുകളുമായി ബന്ധപ്പെട്ട് ചിത്രീകരിക്കാറുണ്ട്. സഭയിലുള്ള സ്നാനം പോലെയുള്ള, കർത്തൃമേശ പോലെയുള്ള അത്തരം ചടങ്ങുകളുണ്ട്, ആ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ചിത്രീകരിക്കാറുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അലിഗോറിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് തികച്ചും നമുക്കത് ചിന്തിച്ചുകൂടാത്തൊരു കാര്യമല്ല. ഇവിടെ നമ്മൾ ബന്ധക്കോസ്തരായിട്ടുള്ള ആളുകൾ കൂടുതൽ അലിഗറിയെ പറ്റി സംസാരിക്കുന്നത് നമ്മുടെ പ്രസംഗങ്ങളിൽ കൂടുതലും അലിഗറീസ് ഉള്ളത് കൊണ്ടാണ്. അലിഗോറിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് വളരെ ലളിതമായി ബൈബിൾ ആളുകളിലേക്ക് എത്തിക്കുക, ബൈബിളിലെ ആശയങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക, ബൈബിളിൻ്റെ ഉള്ളിലുള്ള ലിറ്ററൽ മീനിങ്ങിൽ അടങ്ങിയിരിക്കുന്ന അന്തർലീനമായിരിക്കുന്ന ഒരു സാഹിത്യമായ അർത്ഥം മാത്രമല്ല, ആ സാഹിത്യമായ അർത്ഥത്തിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന വളരെ സിംബോളിക്കായിട്ടുള്ള, അദൃശ്യമായിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. അത് ആളുകളിലേക്ക് എത്തിക്കുക, സിംപ്ലി അവർക്കത് മനസ്സിലാക്കാൻ പറ്റുകയും അവരുടെ ആധ്യാത്മിക ജീവിതത്തെ കുറെ കൂടെ നല്ല രീതിയിൽ അവർക്കതിനെ പരിപോഷിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്. അപ്പോൾ അലിഗോറിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ അത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമായിട്ട് നമ്മൾ കാണരുത്. അലിഗോറിക്കലി ആളുകൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിനെ നമ്മൾ കൂടുതലായിട്ട് അവരെ കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെങ്കിൽ പ്രസംഗകരായിട്ടുള്ള നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അലിഗോറിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന ഒരു ഇൻ്റർപ്രിട്ടേഷൻ മാത്രമല്ല നമുക്കുള്ളത്, അത്തരം ഒരു വ്യാഖ്യാനം മാത്രമല്ല നമുക്കുള്ളത്. ബൈബിളിൻ്റെ ഡിവോഷണൽ വശങ്ങളെ നമുക്ക് വ്യാഖ്യാനിക്കുന്ന ഡിവോഷണൽ സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷനുണ്ട്. അതുപോലെ തന്നെ ബൈബിളിനെ നമുക്ക് ലിബറലായിട്ട് വ്യാഖ്യാനിക്കാൻ കഴിയും. യേശു പോലും യഹൂദനായിരിക്കെ ജൂഡായിസത്തെ വളരെ വളരെ ലിബറലായിട്ട് തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ വ്യാഖ്യാനിച്ച ആളാണ്. ഉദാഹരണം പറഞ്ഞാൽ ശബത്തിൽ യേശു ആളുകളെ സൗഖ്യമാക്കുമായിരുന്നു. ശബത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ മനുഷ്യൻ വേല ചെയ്യാതെ ഇരിക്കേണ്ടുന്ന ദിവസമാണ്, സ്വസ്ഥമായിരിക്കേണ്ട സമയമാണ്, യഹോവയായ ദൈവം സ്വസ്ഥമായിരുന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ചിന്തയിൽ, ആ ഒരു മനസ്സിലാക്കലിൽ നിന്ന് യഹൂദന്മാർ ആഘോഷിക്കുന്ന അവരുടെ ഒരു പ്രധാനപ്പെട്ട ആചാരം ആണ് ശാബത്ത് എന്ന് പറയുന്നത്. ആ ശാബത്തിനെ പോലും യേശു മുറിച്ചെങ്കിൽ നമ്മൾ ലിബറലായിട്ട് നമുക്ക് ബൈബിളിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കഴിയും. അത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ലിറ്ററലായിട്ട് നമുക്ക് ബൈബിളിനെ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടതായിട്ട് കഴിയും. നമുക്ക് അടുത്ത ഭാഗത്തിൽ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം.